നിങ്ങൾ ബിസിനസ്സിൽ മോട്ടിവേഷൻ കാത്തിരിക്കുന്ന ഒരാളാണോ? ഇന്ന് നല്ല എനർജി ഉണ്ട്, അതുകൊണ്ട് നന്നായി ജോലി ചെയ്യാം. നാളെ മനസ്സിന് സുഖമില്ല, അതുകൊണ്ട് നാളെ ലീവ് എടുക്കാം. ഇങ്ങനെയാണോ നിങ്ങളുടെ ബിസിനസ് പോകുന്നത്? എങ്കിലൊന്ന് എഴുതി വെച്ചോളൂ, നിങ്ങൾ ഒരിക്കലും ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കില്ല. ഈ ബിസിനസിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു മഴവില്ല് പോലുള്ള സംഭവമാണ്. അത് വരും പോകും. പക്ഷെ ഡിസിപ്ലിൻ എന്നത് പാറ പോലെ ഉറച്ചൊരു സാധനമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലും എങ്ങനെ വിജയിക്കാം എന്നതിനെ കുറിച്ചാണ്. ഒരു സാധാരണക്കാരുണ്ടല്ലോ, തൻ്റെ വികാരങ്ങൾക്ക് ഇമോഷണൽക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് എനിക്ക് വയ്യ എന്ന് തോന്നുമ്പോൾ അവൻ ജോലി നിർത്തിവെക്കും. ഞാൻ നേരത്തെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരാൾ താഴെ എഴുതിയിരിക്കുന്ന കമൻ്റാണ്, ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. അയാൾ ഒരാളെ കളിയാക്കിയതാണ്, യഥാർത്ഥത്തിലുള്ള അല്ല, കളിയാക്കിയതാണ്. നാളെ ജോലിക്ക് പോകാൻ വണ്ടിക്ക് കാശില്ല എൻ്റെ കയ്യിലെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അപ്പൊ എനിക്ക് വയ്യ എന്ന് തോന്നുമ്പോൾ ജോലി നിർത്തിവെക്കുന്ന ആൾക്കാർ. എന്നാൽ ഒരു ബിസിനസ് മാസ്റ്റർ തൻ്റെ ലക്ഷ്യങ്ങൾക്ക്, ഗോൾസിനനുസരിച്ചായി പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് സുഖമില്ലെങ്കിലും മനസ്സനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഡിസിപ്ലിൻ. അങ്ങനെ മാത്രമാണ് ഒരു ബിസിനസ്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ അവരുടേതായിട്ടുള്ള ഒരു ഡെയിലി റിച്വൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശീലം തെറ്റിക്കാൻ അവർ ഒന്നിനെയും അനുവദിക്കുകയുമില്ല. ചോദ്യം നിങ്ങളോടാണ്, അത്തരം ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ടോ? ബിസിനസ് വളർത്തണം, ബിസിനസ് രക്ഷപ്പെടുത്തണം, ബിസിനസ് കോടികൾ കൊയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം? നിങ്ങളുടെ ബിസിനസ് അത്തരമൊരു പട്ടാളച്ചിട്ട ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ നിങ്ങളൊരു 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇന്ന് മുതൽ തുടങ്ങണം. നാളെ മുതലല്ല, ഇന്ന് മുതൽ തുടങ്ങണം. ഒന്നാമത്തത്, മൂഡ് നോക്കാതെ എഴുന്നേക്കാൻ പറ്റണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉണരുക, അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ പടി എന്നുള്ളത്. ലളിതമായ കാര്യമാണ്. രണ്ടാമത്, ഏറ്റവും കടുപ്പമുള്ള ജോലി ആദ്യം ചെയ്യുക. ഈറ്റ് ദ ഫ്രോഗ് എന്ന ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് പേടിക്കുന്ന മടിയുള്ള ആ ജോലി രാവിലെ തന്നെ ചെയ്ത് തീർത്തേക്കുക. രണ്ടാമത്തെ, ബിൽഡ് ദ സിസ്റ്റം എന്ന് പറയും. നിങ്ങളില്ലെങ്കിലും കാര്യങ്ങൾ നടക്കാൻ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങളുടെ വികാരങ്ങൾക്ക് പകരം ആ ചെക്ക് ലിസ്റ്റ് സംസാരിക്കട്ടെ എന്നുള്ളതാണ്. നിങ്ങളെ മടിയെ തോൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. അതോ വെറുതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇനിയും സമയം കളയാനുണ്ടെങ്കിൽ? ഒന്നും പറയാനില്ല അല്ലേ? നിങ്ങൾ ഡിസിപ്ലിൻ ആകാൻ തീരുമാനിച്ചാൽ താഴെ ഒന്ന് ഐ ആം ഡിസിപ്ലിൻഡ് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പുതിയ തുടക്കമായി മാറണമെങ്കിൽ ഇപ്പോൾ തുടങ്ങണം. ഇതാണ് നിമിഷം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം.